ഒരു സ്നൈപ്പർ ടീം. അവർ സ്നൈപ്പർ ഉപയോഗിക്കുന്നതിൽ ഒന്നാമതാണ്. ഒരു രാജ്യത്തോട്ട് ശത്രുക്കളൊക്കെ ഇഴഞ്ഞു കയറുവാണെങ്കിൽ അവരെ ഷൂട്ട് ചെയ്ത് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അങ്ങനെ അവരൊരു ആക്രമണത്തിന് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാവട്ടെ ഇവർക്ക് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രുക്കൾക്ക് ഇവരുടെ ലൊക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നേരത്തെ മനസ്സിലായതുപോലെ, ആരോ ചോർത്തി കൊടുത്തതുപോലെ ഇവർക്ക് മനസ്സിലാവത്തില്ല. ഇവരുടെ ജീവനെല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ള ആൾക്കാരെല്ലാവരും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. ഇവർ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എങ്ങനായിരിക്കും അവരുടെ ലൊക്കേഷൻ മറ്റേ ആൾക്കാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്? ഇനിയിപ്പം ഇവരുടെ കൂടെ ചാരന്മാർ വല്ലതും ഉണ്ടോ? എന്തായിരിക്കും ഇതിന്റെ എല്ലാം പിന്നില്? അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2016 പുറത്തിറങ്ങിയ സ്നൈപ്പർ ഗോസ്റ്റ് ഷൂട്ടർ എന്ന മൂവിയാണ്. കഥയിലോട്ട് പോണേ മുമ്പ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോ നമുക്ക് കഥയിലോട്ട് പോയാലോ? സിനിമയുടെ തുടക്കത്തില് കുറച്ചധികം തീവ്രവാദികളെയാണ് കാണിക്കുന്നത്. അവർ കുറച്ച് മനുഷ്യരെയും പിടിച്ച് ബോട്ടിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ പോകുന്ന കാര്യങ്ങളെല്ലാം US ഗവൺമെന്റ് നിരീക്ഷിക്കുന്നുണ്ട്. അവർക്ക് ഇവർ എങ്ങോട്ടാണ് പോണേന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ നിൽക്കുന്ന മനുഷ്യനെ കണ്ടോ? ഇയാളാണ് ഇതിന്റെ എല്ലാത്തിന്റെ ബോസ്. US ഗവൺമെന്റ്, അതായത് അവിടുത്തെ പോലീസിന്റെ ബോസ് ആണ്. സീക്രട്ട് മിഷനൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന ബോസ് ആണ്. ഇയാളും ഇയാളുടെ ടീംസും ഇത് നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ആ തീവ്രവാദികളെ കാണിക്കുകയാണെങ്കിൽ അവർ ആ പാവപ്പെട്ട മനുഷ്യരെയും പിടിച്ചുകൊണ്ട് ഒരു ഐലൻഡിൽ വന്നിട്ടുണ്ട് അവരവിടെ വെച്ച് തീർക്കാനായിട്ട്. എന്നാൽ ഈ തീവ്രവാദികൾക്ക് അറിയാത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ള കുറച്ച് പോലീസുകാർ ആ ഒരു ഐലൻഡിൽ തന്നെ സ്നൈപ്പറും പിടിച്ചിരിപ്പുണ്ട്. ഈ സ്നൈപ്പറും പിടിച്ചിരിക്കുന്ന ടീംസിലെ ഒരാളാണ് നമ്മുടെ ഹീറോ. അവന്റെ പേര് ജെയിംസ് എന്നാണ്. ജെയിംസ് സാധാ ഒരു സ്നൈപ്പർ ഷൂട്ടർ ആണ്. അവൻ വലിയ ബോസ് ഒന്നും അല്ല. അവന് മണ്ടയിൽ ഒരു മേജർ ഉണ്ട്. മേജറാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാറ്. എന്തായാലും ഈ സ്നൈപ്പർ ടീംസ് അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ തീവ്രവാദികൾ ആ പിടിച്ചോണ്ട് വന്ന മനുഷ്യരെ അവിടെ മുട്ടുകുത്തി ഇരുത്തിപ്പിക്കും. അതുപോലെ ഒരു കുഞ്ഞിപ്പയ്യനെ അങ്ങോട്ട് വിളിച്ചു വരുത്താണ്. ആ കുഞ്ഞിപ്പയ്യന്റെ ഒരു കത്തിയും കൊടുക്കും. എന്തിനാന്നല്ലേ? ആ കുഞ്ഞിപ്പയ്യനെ കൊണ്ട് ഈ പിടിച്ചോണ്ട് വന്ന മനുഷ്യരെ വെട്ടിക്കൊല്ലാനായിട്ട്. എന്നാൽ ആ കുട്ടിക്ക് ഒട്ടും പറ്റുന്നില്ല. അവനെങ്ങനെ ഞെട്ടി വിറച്ചു നിൽക്കുകയാണ്. ഇപ്പൊ മേജർ നമ്മുടെ ഹീറോനോട് പറയും ആ കുട്ടീനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളാം, ഇല്ലെങ്കിൽ ബാക്കിയുള്ള ജനങ്ങളുടെ ജീവന് അത് ആപത്താണെന്ന്. എന്നാൽ ഹീറോയ്ക്ക് അതൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ കൊല്ലാനായിട്ട് സാധിക്കത്തില്ല. ജെയിംസിന് അത് കഴിയുന്നില്ല. ജെയിംസ് ഷൂട്ട് ചെയ്യാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇതേ നേരം ആ കുട്ടിക്ക് ബാക്കിയുള്ള ജനങ്ങളെ വെട്ടിക്കൊല്ലാനായിട്ട് കഴിയാത്തത് കൊണ്ട് തന്നെ കയ്യിലിരിക്കുന്ന കത്തി താഴെ ഇടും. എന്നാൽ ഇത് ആ തീവ്രവാദികൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എടടാ കത്തി, ഇവരെ കൊല്ലടാന്നാണ് അവനോട് പറയുന്നത്. ആരോട്? ആ കുഞ്ഞിപ്പയ്യനോട്. അവനും ആ കത്തി എടുക്കാനായിട്ട് കുനിയുന്ന നേരം പെട്ടെന്ന് തന്നെ ജെയിംസ് സ്നൈപ്പർ വെച്ച് ഷൂട്ട് ചെയ്യാണ്. എന്നാൽ ആ കുട്ടി കുനിഞ്ഞത് കൊണ്ട് തന്നെ കുട്ടി രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ജെയിംസ് കുട്ടീനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് സ്നൈപ്പർ വെച്ച് ഷൂട്ട് ചെയ്തത്. എന്നാൽ ആ കുട്ടി ജസ്റ്റ് മിസ്സിന് കുനിഞ്ഞ് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം ആയതോടെ ആ തീവ്രവാദികളിൽ ഒരാൾ ഒരു കത്തി എടുത്ത് അവിടെ നിന്ന്, അതായത് പിടിച്ചു വെച്ച മനുഷ്യന്റെ കഴുത്തറുത്തിട്ട് ബാക്കിയുള്ള ആൾക്കാരും തീവ്രവാദികളും അവിടെ നോടാനായിട്ട് തുടങ്ങും. പിടിച്ചു വെച്ച ഒരു മനുഷ്യൻ മരിച്ചുപോയെ കൊലപ്പെടുത്തി കളഞ്ഞതാണ്. ഈ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ വില്ലന്റെ ടീംസ് ആണ്. അപ്പൊ ഈ വില്ലന്റെ ടീംസ് ഓടുന്ന നേരത്ത് സ്നൈപ്പർ പിടിച്ചോണ്ടിരുന്ന എല്ലാരും കൂടെ അവരെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഓരോരുത്തരായിട്ട് മരണപ്പെട്ട് വീഴുകയാണ്. അതുപോലെ പലയിടത്തായിട്ട് ജെയിംസിന്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സ്നൈപ്പറും പിടിച്ചിരിപ്പുണ്ട് ഈ പോകുന്ന ആൾക്കാരെ വെടിവെച്ച് കൊല്ലാനായിട്ട്. എന്നാൽ ഇതിൽ കുറച്ച് തീവ്രവാദികൾ മരിച്ചു പോയെങ്കിലും കുറച്ചൊക്കെ ആൾക്കാർ ഓടി ആ ബോട്ടിന്റെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ കുറച്ച് വില്ലന്റെ ടീംസ് കാറിൽ വന്നിട്ടുണ്ടായിരുന്നു ആ പയ്യനെയും കൊണ്ട്. അവർ ആ പയ്യനൊന്നും പറ്റാതെ തന്നെ കാറിൽ കയറ്റിയിട്ട് കാർ എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. കാറിന്റെ പിന്നിലൊരു ആള് മെഷീൻ ഗണ്ണും പിടിച്ച് നിപ്പുണ്ട്. പിന്നെ കാറിലൊരു ഡ്രൈവറും ആ പയ്യനും ഉണ്ട്. ഇവര് സ്നൈപ്പർ വെച്ച് ആ കാറിലോട്ട് ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അതേ നേരം മുകളിലൂടെ ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. കാറിന്റെ പിന്നിൽ നിൽക്കുന്ന ആള് മെഷീൻ ഗണ്ണെടുത്ത് ഹെലികോപ്റ്ററിനെ ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കും. എന്നാൽ നടക്കുന്നില്ല. അതേ നേരം തന്നെ ദൂരെന്ന് ഒരു ഡ്രോൺ വരുന്നുണ്ട്. അത് മറ്റാരുടെ അല്ല, നമ്മുടെ ജെയിംസിന്റെ ഒക്കെ ടീംസിന്റെയാണ്. ആ ഡ്രോണിൽ നിന്ന് ഒരു മിസൈൽ വരുന്നുണ്ട്. അതേ നേരം തന്നെ ഈ കാറിന് കൺട്രോൾ കിട്ടുന്നില്ല. കാരണം ദൂരെ നിന്ന് ഒരാള് സ്നൈപ്പറിന് ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡ്രൈവറിന് കൺട്രോൾ കിട്ടാത്തത് കൊണ്ട് തന്നെ വണ്ടി കുത്തനെയും മറിയാണ്. അതേ നേരം തന്നെ നേരത്തെ അയച്ച മിസൈൽ വന്ന് ഈ വണ്ടിയിൽ പതിക്കും. വണ്ടി പൊട്ടിത്തെറിച്ച് പോവാണ്. ആ കുഞ്ഞിപ്പയ്യനും അതിനകത്തുള്ള രണ്ടുപേരും മരണപ്പെട്ട് വീഴുന്നുണ്ട്. കുറെ വില്ലന്റെ ടീംസ് ഒക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അവർ ചെന്ന് വില്ലനോട് ഈ കാര്യം പറയും. എന്തായാലും അടുത്തൊരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ ഈ മിഷനൊക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടും. ജെയിംസിനാണെങ്കിൽ ആകെ കുറ്റബോധം. അവൻ കാരണമാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത്. അവനോട് ഷൂട്ട് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ അവൻ ഷൂട്ട് ചെയ്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അതൊരു കുഞ്ഞിപ്പയ്യനായോണ്ടാണ് അവന് ഷൂട്ട് ചെയ്യാൻ കഴിയാഞ്ഞത്. ഇപ്പൊ അവനോട് വന്ന് മേജർ സംസാരിക്കും. ജെയിംസ് പരമാവധി പറഞ്ഞു നോക്കുന്നുണ്ട് അടുത്ത തവണ തൊട്ട് എല്ലാം റെഡിയാക്കാന്ന്, അവനൊരു അബദ്ധം പറ്റിയതാണെന്ന്. എന്നാൽ മേജർ ഇത് ഞാനും നീയായിട്ടുള്ള അവസാന മിഷനാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. കട്ട് ചെയ്താൽ ഇവരെല്ലാരും കൂടെ മിഷൻ കഴിഞ്ഞിട്ട് ടർക്കി എന്ന് പറയുന്ന രാജ്യത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അവിടുത്തെ ഇസ്താംബുൾ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. അതിനകത്ത് തന്നെ ജെയിംസിന് ഒരു കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാരിയാണെങ്കിൽ ജെയിംസിനെ കളിയാക്കുന്നുണ്ട്. നിന്നെ കാരണമാണ് ഈ മെഷീൻ എല്ലാം ഇങ്ങനെ ആയെന്ന് പറഞ്ഞിട്ട്. അവൻ ഷൂട്ട് ചെയ്യാത്തത് കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്. അതുപോലെ തന്നെ തൊട്ടടുത്തിരിക്കുന്നത് അവന്റെ എക്സ് ആണ്. എക്സിനോടാണ് മറ്റേ കൂട്ടുകാരി ഇത് പറഞ്ഞ് കളിയാക്കുന്നത്. ജെയിംസിന് ഇതൊട്ടും ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് മനസ്സ് തളർന്ന് മാറിപ്പോയി വന്ന് നിന്ന് ബിയർ കുടിക്കുകയാണ്. എന്നാൽ അവന്റെ കൂട്ടുകാരൻ ഇത് സഹിച്ചില്ല. കൂട്ടുകാരൻ അവന്റെ പിന്നാലെ ചെന്ന് അവനെ സമാധാനപ്പെടുത്തും. ചിലപ്പോൾ ഇങ്ങനെ ഫീൽ
ഫീലിങ്സ് ഒക്കെ തോന്നാം. ചില കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നാം. പക്ഷെ നമുക്ക് നമ്മുടെ രാജ്യമല്ലേ വലുത്, അത് ചെയ്തില്ലേ പറ്റൂ. നീ ഇനി അടുത്ത തവണ തൊട്ട് നല്ല രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവനൊരു മോട്ടിവേഷൻ കൊടുത്ത് കൂട്ടുകാരൻ അവിടെ നിന്ന് മാറിപ്പോവും. ജെയിംസിന് കുറച്ച് സമയം ഒറ്റയ്ക്ക് വേണമെന്ന് കൂട്ടുകാരന് തോന്നി. ജെയിംസ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് തൊട്ട് സൈഡിലായിട്ട് ഒരു പെൺകുട്ടിയെ കാണാം. പെൺകുട്ടിയല്ല, ഒരു ലേഡിയാണ്. ആ ലേഡി ജെയിംസിനെ കണ്ടതും അവനെ സെഡ്യൂസ് ചെയ്യുന്നത് പോലെ അവനെ നോക്കിയിട്ട് അവിടെ നിന്ന് നടന്നു പോകാനായിട്ട് തുടങ്ങും. ജെയിംസ് വിടില്ല, ആ ലേഡിയുടെ പിന്നാലെ അങ്ങനെ ചെല്ലും. അതേ നേരം ഒരു മനുഷ്യനാണെങ്കിൽ ബാഗും തൂക്കി ഒരു ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. ഇപ്പൊ ജെയിംസും ആ ലേഡിയും കൂടെ നടന്നൊരു പാലത്തിന്റെ അടുത്ത് വരുന്നുണ്ട്. ഇവൻ ആ ലേഡീനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, അവളോട് ക്രഷ് അടിച്ചു. അങ്ങനെ അവളോട് മിണ്ടാനായിട്ടാണ് വന്നിരിക്കുന്നത്. അവളോട് വന്നിട്ട് അവളുടെ പേരും അവൾ എവിടെ നിന്നാണ് വന്നത്, അവൾ ഇവിടെ എന്തിനാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നാൽ അവളും കൃത്യമായിട്ട് പറയുന്നില്ല. അവനോടും ചോദിക്കുമ്പോൾ അവനും കൃത്യമായിട്ട് പറയുന്നില്ല. ജെയിംസ് സീക്രട്ട് മിഷനായിട്ട് വന്നയാണല്ലോ, അതൊന്നും പുറത്തു പറയാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നൊന്നുമില്ല. ഇവർ രണ്ടൊരു ഈ കൊഞ്ചിക്കൊഴയുന്ന നേരത്തെ ഒരു മനുഷ്യൻ ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് കയറിപ്പോയില്ലായിരുന്നോ? അവനാണെങ്കിൽ സ്നൈപ്പറൊക്കെ റെഡിയാക്കി ജെയിംസിന്റെ തലയുടെ നേരെ ചൂണ്ടാണ്, ജെയിംസിനെ കൊന്നു കളയാനായിട്ട്. ശത്രുക്കൾ അയച്ച ആരോ മറ്റോ ആണ്. അവൻ സ്നൈപ്പർ എടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവന്റെ തലയിൽ ബുള്ളറ്റ് വന്ന് തളക്കിയാണ്. അത് മറ്റാരുമല്ല, വേറെ ഏതോ ഒരു അപ്പൂപ്പനാണ്. ആ അപ്പൂപ്പൻ ഇയാളെ ഇപ്പൊ എന്തിനാണ് ഷൂട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ? അയാൾ ഷൂട്ട് ചെയ്തതിന് ശേഷം അടുത്തോട്ട് വരും. ഈ സ്നൈപ്പർ കൊണ്ടുവന്ന ആള് മരണപ്പെട്ടു പോയിട്ടുണ്ട്, അതും തലയ്ക്ക് വെടിയേറ്റിട്ട്. എന്നിട്ട് ഫോൺ എടുത്ത് ജെയിംസിനെ കോൾ ചെയ്യും. ഇത് മറ്റാരുമല്ല, ജെയിംസിന്റെ ആള് തന്നെയാണ്. ജെയിംസിന് ഈ അപ്പൂപ്പനെ അറിയാം, അതുപോലെ തന്നെ അപ്പൂപ്പന് ജെയിംസിനെ അറിയാം. ഇദ്ദേഹം ജെയിംസിനെ വിളിച്ചിട്ട് ഒന്ന് കാണാൻ പറ്റൂ, ഞാൻ ഇസ്താംബുളിൽ തന്നെ ഉണ്ടെന്ന് പറയും. ജെയിംസും ആ ലേഡിയുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൂപ്പനോട് സംസാരിച്ച് കഴിഞ്ഞ് ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ലേഡീനെ കാണാനില്ല. അവരെങ്ങോട്ടോ പോയി. എന്തായാലും അപ്പൂപ്പനെ കാണാൻ ചെല്ലാന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ അപ്പൂപ്പനെ കാണാനായിട്ട് അപ്പൂപ്പൻ പറഞ്ഞ സ്ഥലത്തോട്ട് ചെല്ലും. അങ്ങനെ അപ്പൂപ്പനെ ചെന്ന് കാണും. ഈ അപ്പൂപ്പൻ ഒരു മിഷനായിട്ട് വന്നതാണ്. ഇവർ രണ്ടൊരു സീക്രട്ട് ഏജൻസ് ആണല്ലോ. അതുപോലെ തന്നെ ജെയിംസിനോട് പറയുന്നുണ്ടോ ഒന്ന് സൂക്ഷിച്ചോളാൻ, ചുറ്റും ശത്രുക്കളാണ്, എപ്പോഴാണ് അടി വരുന്നതെന്ന് പറയാനായിട്ട് കഴിയത്തില്ല എന്ന്. അതുപോലെ തന്നെ ഇവരുടെ ഗവൺമെന്റിന് നേരത്തെ തന്നെ അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവരുടെ സീക്രട്ട് ഏജൻസിനെ ഉപദ്രവിക്കാനായിട്ട് തീവ്രവാദികൾ വരുമെന്ന്. അങ്ങനെ അത് മനസ്സിലാക്കിയിട്ടാണ് ഈ അപ്പൂപ്പൻ വന്ന് ആ ഒരു മനുഷ്യനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞത്. നേരത്തെ സ്നൈപ്പറും കൊണ്ടൊരു മനുഷ്യൻ വന്നില്ലേ, ആ മനുഷ്യനെ കൊന്നു കളഞ്ഞത്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ, ജെയിംസും ഈ അപ്പൂപ്പനും ജെയിംസിന്റെ ടീംസും കൂടെ കാർ എടുത്ത് ഒരു ബോട്ടിൽ ചെല്ലും. ഇവരെ കാണാനായിട്ട് അവിടെ തന്നെ അവരുടെ ബോസ് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ആ ഒരു ബേസ് ക്യാമ്പിൽ വെച്ച് ഒരാളെ കണ്ടില്ലായിരുന്നോ, അയാൾ തന്നെയാണ് അവരുടെ ബോസ്. അവിടെ വന്നിട്ട് അവരുടെ അടുത്ത പ്ലാനിനെ പറ്റി ഡിസ്കസ് ചെയ്യും. അവരൊരു അടുത്ത മിഷനായിട്ട് പോകാൻ പോവാണ്. ഒരു ബിസിനസ് മാനെ പ്രൊട്ടക്ട് ചെയ്യണം. ആ ബിസിനസ് മാൻ ഒന്നും പറ്റാതെ നോക്കണം. അയാളെ ഉപദ്രവിക്കാനായിട്ട് കുറച്ചധികം ശത്രുക്കളുണ്ട്. അയാളെ സുരക്ഷിതമായിട്ട് എത്തിക്കലാണ് ഇവരുടെ പണി. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ഒരു ലേഡീനെ കണ്ടില്ലേ, ആ ലേഡി അങ്ങോട്ട് വരും. നമുക്ക് അവരെ ബോസ് ലേഡി എന്ന് പറയാം. അവർ വന്നിട്ട് പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങും. ജെയിംസ് ഇത് കണ്ട് ഞെട്ടിപ്പോവാണ്. നേരത്തെ അവനോട് സംസാരിച്ച ലേഡി അല്ലേ ഇവര്? അവരോട് ചോദിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, രണ്ടുപേരും പറഞ്ഞില്ല. രണ്ടുപേർക്കും മനസ്സിലായി രണ്ടുപേരും ഇപ്പൊ സീക്രട്ട് ഏജൻസ് ആണെന്ന്. എന്തായാലും പ്ലാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ജെയിംസ് പോകാനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒരു അപ്പൂപ്പനെ കണ്ടില്ലേ, ആ അപ്പൂപ്പൻ ജെയിംസിനെ അടുത്തോട്ട് വിളിച്ചിട്ട് അവന് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഷൂട്ട് ചെയ്യാൻ നിൽക്കല്ലേ, ഇത് നമ്മുടെ കടമയാണ്, അതുകൊണ്ട് തന്നെ അറച്ചു നിൽക്കാനൊന്നും പാടില്ല, നല്ല രീതിയിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞ ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ട് അപ്പൂപ്പൻ അവിടെ നിന്ന് പോകും. അപ്പൂപ്പൻ പോയിട്ട് ജെയിംസ് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ ആ ലേഡി അങ്ങോട്ട് വരികയാണ് അവനോട് സംസാരിക്കാനായിട്ട്. അവനോട് പറയും, ഞാനൊരു സീക്രട്ട് ഏജന്റ് ആയതുകൊണ്ടാണ് നിന്നോട് കാര്യങ്ങൾ പറയാഞ്ഞത്, അല്ല നിന്നോട് വൈരാഗ്യം ഉള്ളത് കൊണ്ടൊന്നുമല്ല, നല്ല രീതിയിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പറഞ്ഞുവിടും. ഇനി അടുത്തതായിട്ട് അവർ പോകാൻ പോകുന്നത് ജോർജിയയിലാണ്. അങ്ങനെ ഹെലികോപ്റ്ററിലൊക്കെ കയറിയിട്ട് ഇവർ ജോർജിയയിലോട്ട് യാത്ര തിരിക്കും. അങ്ങനെ അവർ സുരക്ഷിതമായിട്ട് അവിടെ എത്താണ്. ഈ തൊപ്പി വെച്ച മനുഷ്യനെ കണ്ടോ, ഇയാളാണ് ഇവരുടെ എല്ലാവരുടെയും ഒരു ബോസ് എന്ന് വേണമെങ്കിൽ പറയാം. മേജർ ആണ് കേട്ടോ. പിന്നെ വലിയ ബോസ് ആണ് നമ്മൾ നേരത്തെ കണ്ട കോട്ട് സ്യൂട്ട് ഇട്ട ആ ഒരു മനുഷ്യൻ. ഇവരാണ് ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കുന്ന ആൾക്കാർ, തോക്ക് വെച്ച് സ്നൈപ്പർ വെച്ചും പണിയെടുക്കുന്ന ആൾക്കാർ. മറ്റേ ആൾക്കാർ ക്യാമ്പിൽ ഇരുന്നിട്ട് ഇവർക്ക് ഓരോ ഡയറക്ഷനും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണ്. ഇതിനുശേഷം ഇവരെല്ലാരും കൂടെ ഇവരുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓരോ കാട്ടിൽ പോയി ഒളിഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് സാറ്റലൈറ്റും ഡ്രോൺസും എല്ലാം ഉണ്ട് ഇവരുടെ ക്യാമ്പിൽ തന്നെ. അതൊക്കെ നോക്കിയിട്ട് കുറച്ച് ആൾക്കാർ എനിമീസിന്റെ ലൊക്കേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എളുപ്പമാണ്. ഇതേ നേരം തന്നെ ആ ബിസിനസ്സുകാരൻ 3 കാറിലായിട്ട് പോകുന്നുണ്ട്. നടുക്കത്തെ കാറിൽ അയാളാണ്. ഈ വണ്ടികളെല്ലാം ബുള്ളറ്റ് പ്രൂഫ് ആണ്. അങ്ങനെ ആ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇയാളെ നിരീക്ഷിച്ചുകൊണ്ട് കുറച്ചധികം തീവ്രവാദികൾ ഒരു കാട്ടിൽ മാറിയിരിപ്പുണ്ട്. അത് സ്നൈപ്പർ വെച്ചിട്ട് അയാളെ കൊല്ലാനായിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇയാൾ വലിയ ബിസിനസ്സുകാരനാണല്ലോ. അപ്പൊ ഇയാളെ കൊല്ലുവാണെങ്കിൽ ആ രാജ്യത്തിൽ കുറച്ചധികം പ്രശ്നം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ തീവ്രവാദികൾ ഇങ്ങനെ ചെയ്യുന്നത്. ഈ മനുഷ്യൻ ഇങ്ങനെ കാറിൽ പോകുന്ന നേരത്ത് മറ്റേ തീവ്രവാദികൾ ഒരു സ്നൈപ്പർ എടുത്ത് അയാൾ പോകുന്ന കാറിലെ ഡ്രൈവറിനെ ഷൂട്ട് ചെയ്യും. ബുള്ളറ്റ് പ്രൂഫ് ആണെങ്കിലും സ്നൈപ്പറിന്റെ പവർ കാരണം ഗ്ലാസ് ഒക്കെ പൊട്ടി ഡ്രൈവറിന്റെ നെഞ്ചത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. അയാളുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് കാർ ഒരു സ്ഥലത്തോട്ട് ഇടിച്ചിറക്കാണ്. കാർ കുത്തനെ മറിയുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ ടീംസ് കാണുന്നുണ്ട്. അതിനകത്ത് തന്നെ ജെയിംസിന്റെ കൂട്ടുകാരി ഇല്ലേ, ആ കൂട്ടുകാരി ആണെങ്കിൽ സ്നൈപ്പർ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ ഒരു തീവ്രവാദികൾ എവിടെയാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു കാട്ടിൽ ഒളിഞ്ഞിരുന്നാലും ഈ സ്നൈപ്പറിന്റെ ആ ഒരു ഗ്ലാസ് ഇല്ലേ, ആ ഗ്ലാസ്സിൽ വെയിലിന്റെ റിഫ്ലക്ഷൻ തട്ടിയിട്ട് ഇവർക്ക്
ഇവർക്ക് മനസ്സിലാവും എവിടാണെന്ന്. അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റേ തീവ്രവാദികൾക്ക് നേരത്തെ ഇവരുടെ ലൊക്കേഷൻ മനസ്സിലായതുപോലെ കൂട്ടുകാരിയുടെ തൊട്ടടുത്ത് തന്നെ ജെയിംസിന്റെ എക്സ് ഉണ്ടായിരുന്നു. ഈ എക്സിന്റെ നേരെ ഷൂട്ട് ചെയ്യും. എക്സിന്റെ കറക്റ്റ് നെഞ്ചത്ത് തന്നെ കൊള്ളുന്നുണ്ട്, നെഞ്ചിന്റെയും കഴുത്തിന്റെയും ഭാഗത്ത്. ഇനി രക്ഷപ്പെടാനുള്ള ചാൻസ് ഒരുപാട് കുറവാണ്. ഈ അപകടം നടന്നതോടെ വേറെ കുറെ തീവ്രവാദികൾ തോക്കുമായിട്ട് അവരെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ആ ഒരു വണ്ടിയിൽ പോയ കുറച്ച് ഡ്രൈവർമാരെ ഷൂട്ട് ചെയ്യാനായിട്ട് തീവ്രവാദികൾ വരുന്നുണ്ട്. എന്നാൽ അവർക്ക് അറിയാത്തൊരു കാര്യം, സ്നൈപ്പറും പിടിച്ച് വേറെ കുറെ ടീംസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ ജെയിംസിന്റെ ടീംസ് ആണ്. അവർ ഓരോ തീവ്രവാദികളായിട്ട് ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. അതുകൊണ്ട് തന്നെ ആ ഒരു ബിസിനസ്മാന്റെ കൂടെ വന്ന ആൾക്കാർക്ക് ബിസിനസ്മാനെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അയാൾ ചോരയിൽ കുളിച്ച് ആകെ വയ്യാത്ത അവസ്ഥയിലാണ്. അയാളെ തൂക്കിയെടുത്തോണ്ട് പോവാണ്. ഈ മിഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാർ എക്സിന്റെ അടുത്ത് ഓടി വരികയാണ്. ജെയിംസിന്റെ എക്സിന്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ ജെയിംസിന്റെ എക്സ് രക്തത്തിൽ കുളിച്ച് കിടക്കാണ്. അവളെ രക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അത് പൊത്തിപ്പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്. മുറിവ് പൊത്തിപ്പിടിച്ച് നോക്കിയിട്ടും അവളെ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. കാരണം നെഞ്ചിന്റെ കഴുത്തിന്റെ ഭാഗത്താണ് ഈ ഒരു ബുള്ളറ്റ് കൊണ്ടേക്കുന്നത്. അതുപോലെ തന്നെ ഇവരെ വെറുതെ വിടാതെ കുറച്ചധികം സ്നൈപ്പർ ടീംസ് ഒരു സൈഡിൽ മാറി നിൽപ്പുണ്ട്, ഈ തീവ്രവാദികളുടെ സ്നൈപ്പർ ടീംസ്. എന്നാൽ അവരുടെ കയ്യിൽ വലിയൊരു ഡ്രോൺ ഉണ്ട്. ആ ഡ്രോൺ കൊണ്ടുവന്ന് ആ ഒരു ഭാഗത്തോട്ട് മിസൈൽ അയക്കുകയാണ്. അവിടെ ചെന്ന് പൊട്ടി ആ തീവ്രവാദികളെല്ലാം ഇഞ്ചിഞ്ചായി നശിച്ചു പോകുന്നുണ്ട്. വില്ലന്റെ ടീംസിന് മനസ്സിലായി ഇനി ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് പോവും. ഇതിനുശേഷം മേജറും അതുപോലെ തന്നെ ബോസ് ലേഡിയും വേറെ കുറച്ച് പട്ടാളക്കാരും കൂടെ ആ ഒരു സ്ഥലത്തോട്ട് ചെന്ന് നോക്കും. ചെന്ന് നോക്കുമ്പോൾ അവശിഷ്ടങ്ങളൊന്നുമില്ല. അവിടെ ഒളിച്ചിരുന്ന തീവ്രവാദികളെല്ലാം പൊട്ടിത്തെറിച്ച് നശിച്ചു പോയിട്ടുണ്ട്. അവശിഷ്ടം ഒന്നും കാണാനായിട്ടില്ല. ഇതിനുശേഷം ഇവരെല്ലാരും കൂടെ മിഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ജെയിംസിനാണെങ്കിൽ ആകെ ദേഷ്യം. ഇനിയിപ്പോ ആ തീവ്രവാദികൾ ഇവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ടാണെങ്കിലോ ഇവരെ ഷൂട്ട് ചെയ്തത്. അല്ലാതെ ഒരിക്കലും അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തില്ല. അത്രയും പ്ലാനോട് കൂടി ഒളിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ ഒരു ബഹളം വെക്കുകയാണ്. ഈ എക്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഷൂട്ടറാണ്. അവളെ ആർക്കും തോപ്പിക്കാനായിട്ട് കഴിയത്തില്ല. അവൾ അത്രയും കഴിവുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. എന്നാൽ അവൾ എങ്ങനെ സ്നൈപ്പറും പിടിച്ച് അവിടെ നിൽക്കുന്നു ഇവരെങ്ങനെ മനസ്സിലാക്കി? അപ്പൊ ഇവരുടെ ഇടയിൽ തന്നെ ഒരു ചാരനുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഡിവൈസ് എല്ലാം മറ്റേ തീവ്രവാദികൾ ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് ജെയിംസ് ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്നാൽ മേജർ അവനെ എതിർക്കും. അതുപോലെ തന്നെ ജോർജിയല ഒരു ക്യാപ്റ്റനും ഉണ്ട്, അയാളും എതിർക്കും. പക്ഷെ അവൻ ക്യാപ്റ്റനെയൊക്കെ അടിക്കാനായിട്ട് കയറുന്നുണ്ട്. അവൻ അത്രയും ദേഷ്യം വന്നിട്ടുണ്ട്. അവന്റെ എക്സലിൽ മരണപ്പെട്ടു പോയിരിക്കുന്നത്. അവസാനം മേജർ അവനെ പിടിച്ചു നിർത്തും. ഇനി നീ ബഹളം വെക്കുകയാണെങ്കിൽ നിന്നെ ഈ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞെങ്കിലും അവന് പണിഷ്മെന്റ് ആയിട്ട് ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്. അവൻ ഉയർന്ന ഉദ്യോഗസ്ഥരോട് ദേഷ്യപ്പെട്ടില്ലേ, അതുകൊണ്ട് തന്നെ അവനൊരു മഞ്ഞുമലയിലോട്ട് വിട്ടേക്കുകയാണ് ഒരു മിഷന് വേണ്ടിയിട്ട്. അവനൊരു പണിഷ്മെന്റ് പോലെ ആ മിഷനൊക്കെ കഴിഞ്ഞിട്ട് അവന് തിരിച്ചു വരാനായിട്ട് സാധിക്കും. എന്നാൽ ആ മഞ്ഞുമേലയിൽ താങ്ങി നിൽക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് പാടുള്ള പരിപാടിയാണ്. ജെയിംസിന് വഴി കാട്ടാനായിട്ട് ഒരു മനുഷ്യനും കൂടെ ഉണ്ട്. അവന്റെ പേര് അലി എന്നാണ്. ആ അലിയുടെ പിന്നാലെ നടന്ന് ഇവർ ഒരു ക്യാമ്പിൽ ചെല്ലും, കുറച്ച് പട്ടാളക്കാരുടെ ക്യാമ്പിൽ. അവിടെ ചെല്ലുമ്പോഴാവട്ടെ അവിടെ തന്നെ വേറെ കുറെ പട്ടാളക്കാരുണ്ട്. അവര് ജെയിംസിനോട് നല്ല രീതിയിലല്ല പെരുമാറുന്നത്. ജെയിംസിന് അവരുടെ ഭാഷയും മനസ്സിലാവത്തില്ലല്ലോ. എന്നാൽ അലി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവര് നിന്നോട് സ്നേഹത്തിൽ പെരുമാറിയാന്ന് കള്ളം പറഞ്ഞിട്ട് നടക്കാനായിട്ട് തുടങ്ങും. എന്നാൽ അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള പട്ടാളക്കാർക്ക് ഇത് സഹിക്കത്തില്ല. ജെയിംസിനെ ഉപദ്രവിക്കാനായിട്ട്, ജെയിംസിനെ റാഗ് ചെയ്യാനായിട്ട് വരുമ്പോൾ ജെയിംസ് അതിന് സമ്മതിക്കത്തില്ല. ജെയിംസ് തിരിച്ച് നല്ല രീതിയിൽ അവന്മാർക്കിട്ട് അടി കൊടുക്കുകയാണ്. ജെയിംസിന്റെ മുമ്പിൽ അവന്മാർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അവസാനം ജെയിംസ് അടി കൂടി ഒരു തോക്കെടുത്ത് ഇനി പ്രശ്നം ഉണ്ടാക്കിയ പൊട്ടിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങോട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരുടെ ക്യാപ്റ്റൻ വരും. പ്രശ്നങ്ങളെല്ലാം മാറ്റി നിർത്താനായിട്ട് പറയും. ഈ ജെയിംസിന്റെ ധൈര്യം കണ്ടിട്ട് അവന്മാരെല്ലാരും കൂടെ ഒന്ന് അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ഒറ്റയ്ക്കാണ് അവൻ ഇത്ര ആൾക്കാരെ അടിച്ചിട്ടിട്ട് പിടിച്ചു നിൽക്കുന്നത്. ഇതിനുശേഷം അവന്മാരുടെ ശത്രുത എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു സ്ഥലത്ത് മാറിയിരുന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്യാണ്. അതിന്റെ ഇടയിൽ തന്നെ നേരത്തെ പ്രശ്നം ഉണ്ടാക്കിയവന്മാര് ജെയിംസിനെ കളിയാക്കുന്നുണ്ട്. ജെയിംസ് എന്തിനാണ് ഇവിടെ വന്നത്? മുതിർന്ന ഒരു ഉദ്യോഗസ്ഥന് അടിക്കാൻ കയറിയത് കൊണ്ടല്ലേ ആ ഒരു പണിഷ്മെന്റിലല്ലേ ഇവിടെ വന്നത്? അങ്ങനെ അതൊക്കെ പറഞ്ഞ് ചിരിച്ച് ഫുഡ് കഴിക്കുകയാണ്. ജെയിംസിന്റെ ഡൗട്ട് മറ്റൊന്നുമല്ല, ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ചാരൻ ഉണ്ടെങ്കിലോ, അതാണ് ഡൗട്ട്. ഇതിനുശേഷം എന്താ അടുത്തൊരു മിഷനാണ്. അതിനുവേണ്ടി ഒരു മഞ്ഞുമലയിൽ പോയി കുറച്ച് വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒളിച്ചിരിക്കുകയാണ്, സ്നൈപ്പറും പിടിച്ചുകൊണ്ട്. ആ നേരം താഴെ കുറച്ച് മനുഷ്യര് എന്തോ സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോവാണ്. ഇവര് വിചാരിച്ചിരുന്നത് അവർ തീവ്രവാദികളാണെന്നാണ്. എന്നാൽ തീവ്രവാദികളല്ല, പകരം കള്ളന്മാരാണ്. ജെയിംസിന്റെ കൂടെയുള്ള ബാക്കിയുള്ള പട്ടാളക്കാരും അതിനകത്തുള്ള ഒരു ക്യാപ്റ്റനും ആ ഒരു കള്ളന്മാരെ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ജെയിംസ് സമ്മതിക്കത്തില്ല. വേണ്ട, അവര് തീവ്രവാദികളല്ല, സാധാ ഒരു കള്ളന്മാരാന്ന് പറയുമ്പോൾ എന്നാ നീ പോയി അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് ജെയിംസിനോട് പറയും. ജെയിംസിനോട് ഒരു പുച്ഛഭാവത്തിൽ അവരെ പോയി അറസ്റ്റ് ചെയ്യാനായിട്ട് പറയും. എന്നാൽ ജെയിംസ് വിടത്തില്ല. എന്നാ പിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഒരു സാധാ തോക്കും എടുത്തിട്ട്, സ്നൈപ്പർ അല്ല, അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തോക്കും എടുത്തിട്ട്. കൂടെ തന്നെ നേരത്തെ വഴക്കുണ്ടാക്കിയ പട്ടാളക്കാരിൽ ഒരാളെയും പറഞ്ഞു വിടും അവന് കൂട്ടിനായിട്ട്. ഒറ്റയ്ക്ക് ചെന്ന് അത്ര ആൾക്കാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ലല്ലോ. അങ്ങനെ ജെയിംസും ആ ഒരു മനുഷ്യനും കൂടെ പതിയെ പതിയെ താഴോട്ട് ഇറങ്ങി ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാവട്ടെ ഒരു ലേഡി കഴുത്തിൽ തോക്കിട്ട് അങ്ങനെ നിൽക്കുന്നു. ജെയിംസ് അനങ്ങല്ലേ, നിങ്ങളെ ഷൂട്ട് ചെയ്യും, നിങ്ങൾ കള്ളന്മാരാന്ന് പറയുമ്പോൾ ആ ലേഡി അങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. പതിയെ പതിയെ പേടിച്ച് എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയും. ചിലപ്പോൾ ഈ ലേഡി ആ ഒരു കാട്ടാളന്മാരുടെ ഇടയ്ക്ക് കുടുങ്ങിപ്പോയതായിരിക്കാം, ആ ഒരു കള്ളന്മാരുടെ ഇടയ്ക്ക്. ആ നേരം അങ്ങോട്ട് വേറൊരു മനുഷ്യൻ കൂടെ ഇറങ്ങി വരികയാണ്. ഇവർ രണ്ടുപേരെയും തോക്കിന്റെ മുൻപിൽ അങ്ങനെ നടത്തും. പക്ഷേ ഈ ലേഡി ജെയിംസിനെയൊക്കെ പറ്റിച്ചതാണ്. ആ ലേഡി തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ വെറുതെ വിടത്തില്ല. ആ ഒരു ലേഡീനെ ഷൂട്ട്
ഷൂട്ട് ചെയ്ത് താഴെയിടും. വേറെ കുറച്ച് കള്ളന്മാരൂടെ ഉണ്ടായിരുന്നു. അമ്മാരൂടെ തോക്കെടുത്ത് ഇവരെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോൾ മുകളിൽ തന്നെ കുറെ സ്നൈപ്പറും പിടിച്ച ആൾക്കാരെ നിപ്പില്ലായിരുന്നു. അവരെല്ലാരെയും ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ജെയിംസ് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ ജെയിംസ് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാന്ന് പറഞ്ഞല്ലേ ചെന്നത്. എന്നാൽ ഇങ്ങനെയുള്ള മനുഷ്യരൊന്നും നിൽക്കില്ല. അവരെ ഉപദ്രവിക്കും, അവരെ കൊല്ലും. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ കൊല്ലാതല്ലാതെ വേറെ മാർഗ്ഗമില്ല. അതുപോലെ തന്നെ അതിനകത്ത് ഒരു മെയിൻ കള്ളനുണ്ടായിരുന്നു. അയാളുടെ കാലിൽ ഷൂട്ടേറ്റ് അയാൾ താഴെ വീണിട്ടുണ്ട്. അയാൾ മരണപ്പെട്ടിട്ടില്ല. അയാളെ അവർക്ക് പിടിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അന്ന് രാത്രിയാവുന്ന സമയത്ത് ജെയിംസും അതുപോലെ തന്നെ അവിടുത്തെ ക്യാപ്റ്റനും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അവിടുത്തെ ക്യാപ്റ്റൻ ജെയിംസിന് ഉപദേശങ്ങൾ കൊടുക്കും. ഇത് കണക്ക് മനസ്സലിഞ്ഞിട്ട് ആരോടും നല്ല രീതിയിൽ പെരുമാറാനായിട്ട് ചെല്ലല്. അവരെ കൊല്ലുന്നതല്ലാതെ അറസ്റ്റ് ചെയ്യാനോ ഒന്നിനും ചെയ്യാനായിട്ട് പാടില്ല. കാരണം അവരെങ്ങനത്തെ മനുഷ്യരാണെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. അവരെ നിന്നെ ഉപദ്രവിച്ചാലോ ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാപ്റ്റൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കും. പണ്ട് ഈ ക്യാപ്റ്റൻ ഒരു മിഷന് ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു കുട്ടി എങ്ങനെ നടക്കുന്നു, അത് ഈ കൊള്ളക്കാരുടെ കൂടെ, തീവ്രവാദികളുടെ കൂടെ. എന്നാൽ ആ കുട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്യാപ്റ്റനെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ഒരു മിസൈൽ ഉണ്ടായിരുന്നു. ആ കുട്ടി ഇവരുടെ പട്ടാളക്കാരുടെ ഇടയിൽ വന്നിട്ട് ആ മിസൈൽ താഴെ ഇട്ട് പൊട്ടിച്ചു. ബാക്കിയുള്ള പട്ടാളക്കാരെ കൊന്നു കളഞ്ഞു. കൂടെ തന്നെ ആ കുട്ടി മരിച്ചു. അന്നത്തോടെയാണ് ഇയാളുടെ മനസ്സ് മാറി തുടങ്ങിയത്. ആരായിരുന്നാലും ഷൂട്ട് ചെയ്യണം, വെറുതെ വിടല് എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ചിന്ത വന്നു തുടങ്ങിയത്. ഇപ്പൊ ഇത് ജെയിംസിനോട് പറയും. ജെയിംസിനും കറക്റ്റ് ആണെന്ന് തോന്നും. എപ്പോഴും പാവമായിട്ടിരുന്നാല് മെക്കിട്ട് കയറാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും. അന്നേരമായിരിക്കും ജെയിംസിന്റെ ഫോണിലോട്ട് ഒരു കോൾ വരുന്നത്. അതെടുക്കാനായിട്ട് അവൻ പുറത്തോട്ട് ഇറങ്ങി ചെല്ലും. വിളിച്ചത് ക്യാപ്റ്റൻ ആണ്. ഇപ്പൊ അവനോട് മിഷനൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ചെല്ലാനായിട്ട് പറയും. അതായത് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ മേജർ ആണ് കേട്ടോ, അവന്റെ ടീമിൽ തന്നെയുള്ള ആ മേജർ. അതുപോലെ തന്നെ ഇവർ നേരത്തെ ഒരു ബിസിനസ്മാനെ രക്ഷിക്കാനായിട്ട് പോയില്ലായിരുന്നു. അവിടെ വെച്ച് വില്ലൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വില്ലന്റെ നേർക്ക് മിസൈൽ വിട്ടത്. എന്നാൽ വില്ലന് പകരം വില്ലന്റെ ഒരു ബന്ധുവായിരുന്നു ആ മിസൈലിൽ പെട്ട് മരിച്ചു പോയത്. അപ്പം വില്ലൻ ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. വില്ലന്റെ ബന്ധുവിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് ചെല്ലുവാണെങ്കിൽ ഇവരുമായിട്ട് യുദ്ധം പിന്നെ നടത്തത്തില്ല എന്ന്. അപ്പൊ അങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് കഴിയും ആ തീവ്രവാദികളുമായിട്ടുള്ള പ്രശ്നം. അപ്പൊ ജെയിംസിനോട് പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യാനായിട്ട് ചെല്ലാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇന്ന് പിടിച്ചില്ലേ കുറച്ച് ആൾക്കാര്, അവര് കള്ളന്മാരൊന്നുമല്ല, ഒറിജിനലായിട്ട് തീവ്രവാദികളാണ്. അതിലൊരുത്തനെ ജീവനോടെ പിടിച്ചോണ്ട് വന്നിട്ടില്ലേ കാലി ഷൂട്ട് ചെയ്തിട്ട്, അവനെ തേടി അവന്റെ ആൾക്കാർ എന്തായാലും വരും. അതുകൊണ്ട് തന്നെ നാളെ എല്ലാ പ്രിപ്പറേഷനോട് കൂടി ഇരിക്കണം, അല്ലെങ്കിൽ അവന്മാർക്ക് പണി കിട്ടും. പിറ്റേ ദിവസം തന്നെ ഇവർ അടുത്ത മിഷനായിട്ട് പോവാണ്. ജെയിംസ് അതുപോലെ തന്നെ ഇവിടത്തെ ക്യാപ്റ്റൻ പിന്നെ അലി ഒരു സ്ഥലത്ത് മാറി നിൽപ്പുണ്ട് ഇവർക്ക് വഴികാട്ടി കൊടുക്കാനായിട്ട്. ജെയിംസും അലിയും കൂടെ മലമുകളിൽ ചെന്നിരിക്കുകയാണ് സ്നൈപ്പറും പിടിച്ചുകൊണ്ട്. അലിയുടെ കയ്യിൽ സാധാ ഒരു തോക്കും ജെയിംസിന്റെ കയ്യിൽ സ്നൈപ്പറുമാണ്. പിന്നെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഒരു വീടിന്റെ അകത്ത് കയറി പോയിട്ടുണ്ട്. ആ വീടിന്റെ അകത്ത് തന്നെ ഇന്നലെ പിടിച്ച ആളുമുണ്ട്. അപ്പൊ ഈ തീവ്രവാദികൾ വരുമ്പോൾ അവർക്കെതിരെ ഷൂട്ട് ചെയ്ത് പ്രതിരോധിച്ച് നിൽക്കാനാണ് ഇവർ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടേക്കുന്നത്. ഇവർ വിചാരിച്ചതുപോലെ തന്നെ തീവ്രവാദികൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ആക്രമിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ക്യാപ്റ്റനും ജെയിംസും എല്ലാവരും അവർക്കെതിരെ പ്രതിരോധിച്ച് നിൽക്കും. ജെയിംസ് പ്രതിരോധിച്ച് നിൽക്കുന്നത് അവന്റെ സ്നൈപ്പർ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ ക്യാപ്റ്റൻ സാധാ ഒരു തോക്ക് ഉപയോഗിച്ചിട്ടും. ഇപ്പൊ ജെയിംസ് അവരെ പ്രതിരോധിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മിസൈൽ വന്ന് ജെയിംസിന്റെ സൈഡിലായിട്ട് വീഴാണ്. കൂടെ തന്നെ അലി ഉണ്ടായിരുന്നു. ജെയിംസ് പെട്ടെന്ന് തന്നെ ചാടി മാറും. അതുപോലെ തന്നെ അലി തെറിച്ചു പോകുന്നുണ്ട്. ജെയിംസിന്റെ ബോധം കുറച്ചു നേരത്തേക്ക് നഷ്ടപ്പെട്ടു പോയി. അവൻ വേദന കൊണ്ട് താഴെ അങ്ങനെ കിടക്കാണ്. ക്യാപ്റ്റനെ സംരക്ഷിക്കണമായിരുന്നു അവന് സ്നൈപ്പർ വെച്ച്. എന്നാൽ അത് നടന്നില്ല. തൊട്ടടുത്ത് തന്നെ ഒരു മിസൈൽ പൊട്ടിയില്ലേ. ഈ ഒരു തക്ക മുതലെടുത്തുകൊണ്ട് തന്നെ കുറെ അധികം തീവ്രവാദികള് ക്യാപ്റ്റൻ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തോട്ട് കയറി ചെല്ലും. എന്നിട്ട് ക്യാപ്റ്റനെ അടിച്ചിടുകയാണ്. ക്യാപ്റ്റൻ ഇത്രയും ആൾക്കാർ വന്നത് കൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞതുമില്ല. ക്യാപ്റ്റനെ അടിച്ചിട്ട് ക്യാപ്റ്റനെയും പിടിച്ച് പിന്നെ ഇന്നലെ അവിടെ പിടിച്ച് കെട്ടിയിട്ടിരുന്ന ആ ഒരു മനുഷ്യനെയും രക്ഷിച്ച് ഈ തീവ്രവാദികൾ പുറത്തോട്ട് ഇറങ്ങി വരും. അതുപോലെ ഈ സമയം അലി ഉണ്ടല്ലോ, അലി ഉടനെ കാല് മാറി. ഇത്രയധികം തീവ്രവാദികൾ കയറി വന്നത് കൊണ്ട് തന്നെ അലി പറയാണ്, ഞാൻ ഈ പട്ടാളക്കാരുടെ പക്ഷത്തൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ പക്ഷത്താണ്, ഞാനൊരു തീവ്രവാദിയാണെന്ന്. അലി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു തീവ്രവാദിയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള തീവ്രവാദികൾ അലീനെ ഒന്നും ചെയ്യുന്നില്ല. ക്യാപ്റ്റനെ കൊല്ലാനായിട്ട് താഴെ തന്നെ ഒരു മരക്കമ്പുണ്ടായിരുന്നു, വലിയൊരു മരക്കഷ്ണം. അതിനകത്ത് ക്യാപ്റ്റനെ കിടത്തിയിട്ട് ക്യാപ്റ്റന്റെ തല വെട്ടാനായിട്ട് ഒരു മനുഷ്യൻ അവിടെ നിൽക്കുകയാണ്. എന്നാൽ ജെയിംസ് വിടുവോ? ജെയിംസിന് ഈ സമയം ബോധം വന്നിട്ടുണ്ട്. അവൻ വലിയ ആ ഒരു സ്നൈപ്പർ എടുത്തിട്ട് ക്യാപ്റ്റനെ വെട്ടാനായിട്ട് പോയ മനുഷ്യന്റെ തല നോക്കി ഒറ്റ പൊട്ടിയിലാണ്. ആ ഒരു മനുഷ്യൻ മരണപ്പെട്ട് താഴെ വീഴുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്ക് എവിടെ നിന്നാണ് ആക്രമണം വന്നതെന്ന് അറിയത്തില്ല. എന്നാൽ കൂടെ തന്നെ ഒരു മിസൈലുള്ള മനുഷ്യനുണ്ടായിരുന്നു, മിസൈൽ ഗണ്ണുള്ള ഒരു മനുഷ്യൻ. അയാൾ മിസൈൽ എടുത്ത് വിടാനായിട്ട് പോകുമ്പോഴേക്കും ജെയിംസ് അയാളെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു. ബാക്കിയുള്ള ആൾക്കാരെയും പതിയെ പതിയെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താനായിട്ട് തുടങ്ങും. ജെയിംസ് സ്നൈപ്പർ വെച്ച് ഷൂട്ട് ചെയ്ത സമയത്ത് ഒരു തീവ്രവാദിയുടെ പിന്നിലായിട്ട് അലിയും നിപ്പുണ്ടായിരുന്നു. അലി അവരെ ചതിച്ച ആളല്ലേ, അതുകൊണ്ട് തന്നെ ആ തീവ്രവാദിനെ ഷൂട്ട് ചെയ്ത സമയത്ത് അലിയുടെ ദേഹത്തും ആ ഒരു ബുള്ളറ്റ് കയറി അലി മരണപ്പെട്ടു പോയി. ഇനി ബാക്കിയുള്ളത് ഇന്നലെ പിടിച്ചു വെച്ച മനുഷ്യനും അതുപോലെ തന്നെ ക്യാപ്റ്റനുമാണ്. ആ മനുഷ്യൻ പെട്ടെന്ന് തന്നെ ക്യാപ്റ്റനെ പിടിച്ചിട്ട് ക്യാപ്റ്റന്റെ കഴുത്തിൽ കത്തി വെക്കാനായിട്ട് തുടങ്ങും. ഇനി അനങ്ങിയാൽ ക്യാപ്റ്റനെ കൊന്നു കളയുന്നു. എന്നാൽ ജെയിംസ് ആരാ, നല്ലൊരു ഷൂട്ടർ അല്ലേ, ഒറ്റ ഷൂട്ടാണ്. ക്യാപ്റ്റന്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ പോയി ആ ഒരു മനുഷ്യന്റെ തലയിൽ ബുള്ളറ്റ് കയറുകയാണ്. ഇന്നലെ പിടിച്ചു വെച്ച മനുഷ്യൻ മരിച്ചു താഴെ വീഴുന്നുണ്ട്. ക്യാപ്റ്റൻ ഇപ്പോഴാണ് ഒരു സമാധാനമാവുന്നത്. മരണം മുമ്പിൽ കണ്ടതായിരുന്നു. ഇപ്പൊ അവന്മാര് കോടാലിക്ക് വെട്ടിക്കൊല്ലത്തില്ലായിരുന്നു, എന്നാൽ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ജെയിംസും ഇത് കണ്ട് ചിരിച്ച് അവിടെ അങ്ങനെ
അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവൻ താഴെ കിടക്കുകയാണ് സ്നൈപ്പറും പിടിച്ചിട്ട്. ഇതിനുശേഷം ക്യാപ്റ്റനും അതുപോലെ തന്നെ ജെയിംസും കണ്ടുമുട്ടുന്നുണ്ട് താഴെ വന്നിട്ട്. ഇവരുടെ മിഷൻ കഴിഞ്ഞല്ലോ, ഇവരൊന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി അവർക്ക് ഇവിടെ നിന്ന് പോവാം, പിരിഞ്ഞു പോകാം. അതുപോലെ തന്നെ ഇവർ ഈ മിഷൻ വിജയിച്ച കാര്യം അങ്ങ് ഹെഡ് ക്വാർട്ടേഴ്സിൽ അറിഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ ബോസും പിന്നെ വേറൊരാളൊക്കെ നിപ്പുണ്ട് കേട്ടോ ഇവരെ നിരീക്ഷിക്കാനായിട്ട്. ജെയിംസ് ബോസിനോട് അതായത് ക്യാപ്റ്റനോട് ഒരു നന്ദിയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. കുറച്ചധികം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ ജെയിംസിനോട്. പിന്നെ ക്യാപ്റ്റന് നല്ല നന്ദിയുണ്ട്. ക്യാപ്റ്റന്റെ ജീവൻ രക്ഷിച്ച ഒരു മനുഷ്യനാണ് ജെയിംസ് അവിടെ നിന്ന് യാത്ര തിരിക്കും. ജെയിംസ് നേരെ ചെല്ലുന്നതാവട്ടെ ഒരു പട്ടാള ക്യാമ്പിലാണ്. അവിടെ ചെന്നിട്ട് ഒരു മനുഷ്യനെ കാണും. അന്ന് ബിസിനസ്മാന് രക്ഷിക്കാനായിട്ട് പോയപ്പോൾ കുറച്ച് ആൾക്കാരെ മിസൈൽ വെച്ച് കൊന്നില്ലേ, അതിനകത്ത് തന്നെ വില്ലന്റെ ബന്ധുവിന്റെ അവശിഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ അവശിഷ്ടങ്ങൾ തിരിച്ചേൽപ്പിക്കണം വില്ലന്. അതുകൊണ്ട് തന്നെ ആ അവശിഷ്ടങ്ങൾ ഇങ്ങത്താ, ഞാൻ അവന്മാരെ പോയി കണ്ടോളാന്ന് നല്ല ധൈര്യപൂർവ്വം ജെയിംസ് പറയും. എന്നാൽ ജെയിംസിനെ ഒറ്റയ്ക്ക് വിടാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഇപ്പം അവനോട് സംസാരിക്കുന്നില്ല ഒരു മനുഷ്യനോട്. ആ മനുഷ്യൻ ജെയിംസിന്റെ അച്ഛന്റെ കൂട്ടുകാരനാണ്. ജെയിംസിന്റെ അച്ഛനും ഇതുപോലെ തന്നെ പട്ടാളത്തിൽ വർക്ക് ചെയ്തതാണ്. ആ ഒരു സ്നേഹം ജെയിംസിനോട് ആ മനുഷ്യനുണ്ട്. അതുപോലെ തന്നെ ആ മനുഷ്യന് കണ്ണ് കാണില്ല കേട്ടോ. നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ കൂടെ വരാന്ന് പറഞ്ഞിട്ട് ആ സാധനങ്ങൾ എടുത്തിട്ട് ജെയിംസിന്റെ പിന്നാലെ ആ മനുഷ്യനും ചെല്ലാം. ആ മനുഷ്യന് കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ ജെയിംസിന്റെ കൈ പിടിച്ചിട്ടാണ് നടന്നു പോകുന്നത്. ഇവർ ഈ സാധനം അവർക്ക് കൈമാറാനായിട്ട് ചെല്ലുന്ന കാര്യങ്ങളെല്ലാം ബോസും അവരുടെ ഗ്രൂപ്പും നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ജെയിംസും അതുപോലെ തന്നെ ഈ കണ്ണ് കാണാത്ത മനുഷ്യനും കൂടെ നടന്ന് ആ തീവ്രവാദികളുടെ അടുത്ത് ചെല്ലുന്നുണ്ട് ബന്ധുവിന്റെ അവശിഷ്ടങ്ങൾ കൈമാറാനായിട്ട്. അവിടെ ചെന്ന് കൈമാറുകയാണ്. എന്നാൽ ഈ തീവ്രവാദി ജെയിംസിനെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. ജെയിംസ് കണ്ണ് കാണാത്ത മനുഷ്യനോട് അവരോട് ചോദിക്കാനായിട്ട് പറയും, നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് എന്റെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ കൊന്നു കളഞ്ഞെന്ന് അന്ന് ബിസിനസ്സുകാരനെ രക്ഷിക്കാനായിട്ട് പോയപ്പോ. ഇനിയിപ്പോ അവന്മാരുടെ ഇടയ്ക്ക് ചാരന്മാരും എല്ലാം ഉണ്ടെങ്കിലോ? എന്നാൽ അത് പറയുന്നില്ല. അതുപോലെ ജെയിംസിന് അവന്മാരുടെ ഭാഷ അറിയാത്തത് കൊണ്ട് തന്നെ ഈ കണ്ണ് കാണാത്ത മനുഷ്യനോട് പറഞ്ഞിട്ട് ഈ മനുഷ്യനാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങോട്ട് ചോദിക്കുന്നത്. എന്നാൽ മറ്റേ തീവ്രവാദിക്ക് ദേഷ്യം വന്നിട്ട് ജെയിംസിന്റെ അടുത്തോട്ട് വരും. നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട, നീ ഇനിയും കൂടുതൽ വിളഞ്ഞാൽ നിന്റെ കഴുത്ത് വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് മാറിപ്പോവും. ജെയിംസിനെ ഒന്നും ചെയ്യുന്നില്ല. പിന്നീട് ജെയിംസിനെ ഉപദ്രവിച്ചോളാം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ജെയിംസ് വിടത്തില്ല. ആ കണ്ണ് കാണാത്ത മനുഷ്യനോട് വീണ്ടും ചോദിക്കാനായിട്ട് പറയും അവന്മാരോട്. എന്നാൽ കണ്ണ് കാണാത്ത മനുഷ്യൻ പരമാവധി പറയുന്നുണ്ട് ഇവന്മാര് മൃഗങ്ങളാണ്, വേണ്ടാന്ന്. പക്ഷേ ജെയിംസ് ചോദിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു മനുഷ്യൻ ചോദിക്കും. വീണ്ടും ജെയിംസിന്റെ അടുത്ത് വന്ന് അയാൾ ദേഷ്യപ്പെടുകയാണ്. നിനക്ക് ഇവിടെ നിന്ന് ജീവനോടെ പോണോ അതോ വേറെ എന്തെങ്കിലും കാര്യം അറിയണോന്ന്. ജെയിംസിനോട് ഇയാൾ ദേഷ്യപ്പെടുന്ന നേരത്ത് ജെയിംസ് ഒരു കാര്യം കാണുന്നുണ്ട്. ഈ ഒരു തീവ്രവാദിയുടെ കൂടെ തന്നെ ഒരാള് എന്തൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്, എന്തൊരു ഡിവൈസ്. അത് യൂസ് ചെയ്തതും ആകാശത്ത് നിന്നൊരു മിസൈൽ അങ്ങോട്ട് വരികയാണ്. ഇവരുടെ നേരെ വന്ന് പതിയും. പക്ഷെ ജെയിംസ് ആ കണ്ണ് കാണാത്ത മനുഷ്യനെ കൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ചാടി മാറി രക്ഷപ്പെടുകയാണ്. അതുപോലെ തീവ്രവാദികൾക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഈ മിസൈൽ ഇപ്പൊ എങ്ങനെ വന്നെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല. ചിലപ്പോ ഇനി തീവ്രവാദികൾ ഇവരുടെ ഡിവൈസ് വല്ലതും ഹാക്ക് ചെയ്തിട്ട് അങ്ങനെ വല്ലതും അയച്ചതാണെങ്കിലോ. എന്തായാലും ജെയിംസും ആ കണ്ണ് കാണാത്ത മനുഷ്യനെ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതിനുശേഷം ഇവരെല്ലാരും കൂടെ ജോർജിയയിൽ തിരിച്ചു വരും. എന്നിട്ട് വന്ന് ബോസ് ലേഡിനെയും ബാക്കിയുള്ള ആൾക്കാരെയും കാണുകയാണ്. ബോസ് ലേഡി നല്ല രീതിയിൽ ജെയിംസിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. വേണ്ടാത്ത കാര്യം എന്തിനാണ് ആ തീവ്രവാദിയോട് ചോദിച്ചതെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണല്ലോ അവിടെ അങ്ങനെ ഒരു പ്രശ്നം നടന്നത്. ജെയിംസ് പരമാവധി ആ ലേഡിയോട് പറഞ്ഞു നോക്കുന്നുണ്ട്, നമ്മുടെ ഇടയിൽ ഒന്നെങ്കിൽ ചാരം കാണും, അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസ് അവരെ ഹാക്ക് ചെയ്ത് കാണും, എന്തോ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ലൊക്കേഷൻ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നോക്കിയ സമയത്ത് ആ തീവ്രവാദിയുടെ കൂടെ തന്നെ ഒരാളുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് വെച്ച് എന്തോ ചെയ്തപ്പോഴാണ് മിസൈൽ അങ്ങോട്ട് വന്നത്. അത് നമ്മുടെ ഡ്രോണിൽ നിന്നാണ് അത് വന്നത്. അതെങ്ങനെ വന്നു? ഒന്നെങ്കിൽ നമ്മുടെ ഡിവൈസ് ഹാക്കഡ് ആണ്, അല്ലെങ്കിൽ ഏതോ ഒരു ചാരൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇത് പറയുമ്പോൾ ബോസ് ലേഡി സമ്മതിക്കത്തില്ല. നമ്മുടെ അത്ര അടിപൊളി ഡിവൈസ് ഒക്കെയാണ്, അത്ര അടിപൊളി ഡ്രോൺ ആണ്, അത്ര അടിപൊളി സെക്യൂരിറ്റി സിസ്റ്റം ആണ്, അത് ഹാക്ക് ചെയ്തെന്ന് പറയുന്നത് എനിക്ക് നാണയില്ലെന്ന് ചോദിച്ച് അവനോട് ദേഷ്യപ്പെടും. ആരോട്? ജെയിംസിനോട് ദേഷ്യപ്പെടും. ആ നേരമായിരിക്കും ബോസ് ലേഡിയുടെ ഫോണിലോട്ട് കോള് വരുന്നത്. അത് ജെയിംസിനുള്ള കോളാണ്. വിളിച്ചത് മേജറും അതുപോലെ തന്നെ ബോസും ആണ്. ജെയിംസിന്റെ ഫോൺ കൊടുക്കാനായിട്ട് പറയും. ജെയിംസ് മാറി നിന്ന് സംസാരിക്കും. ജെയിംസ് പരമാവധി അവരോടും പറഞ്ഞു നോക്കുന്നുണ്ട്, ഇതണക്ക് ഒന്നെങ്കിലും നമ്മുടെ ഡിവൈസ് എല്ലാം ഹാക്കഡ് ആണ്, അല്ലെങ്കിൽ ഏതോ ഒരു ചാരൻ ഉണ്ടെന്ന്. നേരത്തെ അവൻ ഈ കാര്യം പറഞ്ഞിട്ടല്ലേ അടി ഉണ്ടാക്കാനായിട്ട് പോയത്? അങ്ങനെയല്ലേ അവന് ഒരു മിഷനായിട്ട് പറഞ്ഞു വിട്ടത്? ഇപ്പൊ അവനോട് വീണ്ടും ചോദിക്കും, നിന്നെ വീണ്ടും പറഞ്ഞു വിടട്ടോടാ, നിന്റെ ഈ ഫീൽഡിലുള്ള പണി ഞാൻ നിർത്തട്ടോ, നിനക്ക് വേണമെങ്കിൽ ഇനി ടേബിളിൽ പോയിരുന്ന് പണിയെടുക്കാന്ന് അവിടുത്തെ ബോസ് പറയും. എന്നാൽ ജെയിംസിന് അതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവൻ പ്രശ്നം ഉണ്ടാക്കാതെ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ്. അവന് വേറെ മാർഗ്ഗമില്ല. ഇവരാരും അവൻ പറയുന്ന കാര്യം കേൾക്കുന്നില്ല. ഇതിനുശേഷം അടുത്ത മിഷനാണ്. തീവ്രവാദികളുടെ ലൊക്കേഷൻ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ലൊക്കേഷനിൽ പോയിട്ട് എല്ലാ തീവ്രവാദികളെയും തീർക്കുന്ന ഒരു മിഷനാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ ജെയിംസും ബാക്കിയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവര് നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവിടാണ് അടുത്ത യുദ്ധം നടക്കാനായിട്ട് പോകുന്നത്. തീവ്രവാദികൾ അവിടാണ് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അവിടെ എവിടെ തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ തീവ്രവാദികൾ ഏതൊക്കെയോ വീടിനുള്ളിൽ സ്നൈപ്പറും പിടിച്ചൊളിച്ചിരിപ്പുണ്ട്. എന്നാൽ നമ്മുടെ ടീംസ് എല്ലാരും കൂടെ പല വഴിക്ക് ഒളിഞ്ഞിരുന്നെങ്കിലും ഈ തീവ്രവാദികളെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ തീവ്രവാദികൾക്ക് ഇവരുടെ ലൊക്കേഷൻ എങ്ങനെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. കുറെ അധികം പട്ടാളക്കാർ അതുവഴി നടന്നു വരുമ്പോൾ ഈ തീവ്രവാദികളെല്ലാം ഓരോ പട്ടാളക്കാരായിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് തുടങ്ങും. എന്നാൽ ജെയിംസിനും അതുപോലെ തന്നെ മേജറിനും ഇവരുടെ കൂടെയുള്ള കൂട്ടുകാർക്കും സ്നൈപ്പർ ഉപയോഗിക്കുന്ന ആൾക്കാർ
ആൾക്കാർക്കും ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഈ തീവ്രവാദികൾ എവിടാണെന്ന്. അതുകൊണ്ട് തന്നെ ആ ഡൗട്ടിലിരിക്കുകയാണ്. അവസാനം എങ്ങനെയൊക്കെയോ കണ്ടുപിടിക്കുന്നുണ്ട് ആ തീവ്രവാദികൾ എവിടാണെന്ന്. പക്ഷെ ഒരുപാട് വൈകിപ്പോയി തീവ്രവാദികൾ സ്നൈപ്പർ വെച്ച് ഇവർക്കെതിരെ ഷൂട്ട് ചെയ്യും. ഈ ഷൂട്ട് ചെയ്യുന്ന നേരത്ത് കൂട്ടുകാരിയുടെ വയറ്റിൽ തന്നെ ബുള്ളറ്റ് കയറുകയാണ്. കൂട്ടുകാരെ രക്ഷിക്കാനായിട്ട് നോക്കും. വേറൊരു കൂട്ടുകാരനാണ്. ഈ കൂട്ടുകാരെ രക്ഷിക്കാനായിട്ട് നോക്കുമ്പോൾ സ്നൈപ്പർ വെച്ച് വീണ്ടും ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ വേറെ കുറെ പട്ടാളക്കാരെയൊക്കെ ഈ തീവ്രവാദികൾ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു കേട്ടോ. ഇത്രയധികം പട്ടാളക്കാരുണ്ടെങ്കിലും തീവ്രവാദികൾ നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വന്നതുപോലെ, എല്ലാം മനസ്സിലാക്കി വന്നതുപോലെ എല്ലാവരും ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു. ഇപ്പൊ മേജർ ആണെങ്കിൽ സ്നൈപ്പറും പിടിച്ച് തീവ്രവാദികളെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ തീവ്രവാദികൾ മേജറിന്റെ ലൊക്കേഷനും എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിച്ച് അവരുടെ ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് മേജറിന് അറിയത്തില്ല. അന്നേരമായിരിക്കും ജെയിംസ് ഓടി അടുത്തോട്ട് വരുന്നത്. ജെയിംസ് മേജറിനോട് പറയും തീവ്രവാദികൾക്ക് നമ്മുടെ ലൊക്കേഷൻ എങ്ങനെ മനസ്സിലായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന വെസ്റ്റ് കാരണമായിരിക്കാം. ഇവര് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ആ ജാക്കറ്റിനകത്തൊരു GPS ഉണ്ട്. ആ GPS കാരണമായിരിക്കാം ഈ തീവ്രവാദികൾ ഇവരുടെ എല്ലാവരുടെയും ലൊക്കേഷൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വെസ്റ്റ് ഊരാനായിട്ട് പറയും. ക്യാപ്റ്റൻ ബാക്കിയുള്ള ആൾക്കാർക്കും വോക്കി ടോക്കി വഴി പറഞ്ഞു കൊടുക്കും എല്ലാവരും വെസ്റ്റ് ഊരാണ് ആ ലൊക്കേഷൻ മനസ്സിലാക്കാതിരിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ തീവ്രവാദികൾക്ക് മനസ്സിലാവുന്നില്ല ലൊക്കേഷൻ എവിടാണെന്ന്. മറ്റേ കൂട്ടുകാരനാണെങ്കിൽ കൂട്ടുകാരിയുടെ ബ്ലഡ് എങ്ങനെയെങ്കിലുമൊക്കെ പൊത്തിപ്പിടിച്ച് അവളെ എടുത്ത് തോളിലിട്ട് അവിടെ നോടാനായിട്ട് തുടങ്ങും. വെസ്റ്റ് എല്ലാം ഊരിക്കളഞ്ഞതിന് ശേഷം ജെയിംസും മേജറും അതുപോലെ തന്നെ കൂട്ടുകാരനും പിന്നെ വേറെ കുറച്ച് പട്ടാളക്കാരും കൂടെ ആ തീവ്രവാദികൾ ഒളിച്ചിരുന്ന വീട്ടിലോട്ട് ചെല്ലും അവരെ ആക്രമിക്കാനായിട്ട്. ആ വീട്ടിലെല്ലാം കയറി പരതി നോക്കുമ്പോൾ ആ തീവ്രവാദികളെ കാണാനില്ല. അവരാദ്യമേ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതവർക്ക് മനസ്സിലായി. ജെയിംസ് ആകെ വിഷമിച്ച് പുറത്തോട്ടിറങ്ങി വരും. മേജറിനോട് കാര്യം പറയും. ഒന്നെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ആരൊക്കെയോ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ആ ഒരു തീവ്രവാദികൾക്ക് നമ്മുടെ ലൊക്കേഷൻ മനസ്സിലാവത്തില്ല. നമ്മുടെ ഡ്രോൺസ് ഒക്കെ ഇല്ലേ, അതുപോലെ സാറ്റലൈറ്റും ഇല്ലേ, അതുവഴി അവര് നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് കേൾക്കുന്ന ജോർജിയയിലെ ക്യാപ്റ്റനും അതുപോലെ തന്നെ ആ ബോസ് ലേഡിയും ഇതൊരിക്കലും സമ്മതിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതൊന്നും ട്രാക്ക് ചെയ്തിട്ടില്ല, അതൊന്നും ഹാക്ക് ചെയ്തിട്ടില്ല, അതൊക്കെ നിന്റെ തോന്നലാണ്, വേണ്ടാത്ത കാര്യമൊന്നും പറയണ്ടെന്ന് പറയുമ്പോൾ മേജർ ഇപ്രാവശ്യം ജെയിംസിന് സപ്പോർട്ട് കൊടുക്കുകയാണ്. ചിലപ്പോൾ ഹാക്ക് ചെയ്ത് കാണാം, എത്ര സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഹാക്ക് ചെയ്ത് കാണാം. എന്നാൽ ബോസ് ലേഡിയും ജോർജിയയിലെ ആ ഒരു ക്യാപ്റ്റന് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അതൊന്നും ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത്. പിന്നീട് ജെയിംസും ക്യാപ്റ്റനും ബാക്കിയുള്ള പട്ടാളക്കാരും കൂടെ ഒരു സ്ഥലത്ത് വന്നിരിക്കും ആകെ തളർന്നിട്ട്. അങ്ങോട്ട് അവരെ കാണാനായിട്ട് ആ ബോസ് വന്നിട്ടുണ്ട്. ബോസ് വന്ന് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കും. ജെയിംസും മേജറും ഇപ്പോഴും ഉറച്ചു തന്നെ പറയാണ് ആരോ ട്രാക്ക് ചെയ്യുന്നുണ്ട്, ഒന്നെങ്കിലും നമ്മുടെ കൂടെ ചാരം കാണാം, അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസ് എല്ലാം അവരെ ഹാക്ക് ചെയ്ത് ലൊക്കേഷൻ മനസ്സിലാക്കുന്നുണ്ടെന്ന്. ബോസിനും ഇപ്പം വിശ്വാസം വന്നിട്ടുണ്ട്. കാരണം സാധാരണ ഒരാൾക്ക് അവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ബോസ് ഞാൻ അത് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ബോസിനും വിശ്വാസം വന്നിട്ടുണ്ട് ഇവരുടെ ലൊക്കേഷൻ ആരൊക്കെയോ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന്. ഇല്ലാതെ ഇത്രയധികം ആക്രമണം അഴിച്ചുവിടത്തില്ലല്ലോ. ആരൊക്കെ ഒളിച്ചു നിന്നോ അവരെല്ലാരെയും തീവ്രവാദികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ആ തീവ്രവാദികളെ തീർക്കാനായിട്ട് അമാർ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തോട്ട് മേജറും അതുപോലെ തന്നെ കൂട്ടുകാരനും ജെയിംസും കൂടെ പിന്നെ വേറെ കുറച്ച് പട്ടാളക്കാരും കൂടെ ട്രക്ക് എടുത്ത് പോകും. അതേ നേരം ഈ തീവ്രവാദികൾ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അമാർക്ക് വേറെ എന്തോ ഒരു പ്ലാനാണ്. എന്നാൽ ജെയിംസിന് എന്തോ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അത് മേജറിനോട് പറയും. ചിലപ്പോൾ ഈ തീവ്രവാദികൾക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ആണെങ്കിലോ പട്ടാള ക്യാമ്പ് പോയി ആക്രമിക്കാനാണെങ്കിലോ പ്ലാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രക്ക് തിരിക്കാന്ന് പറയുമ്പോൾ മേജർ ഇപ്രാവശ്യം ജെയിംസിനെ വിശ്വസിക്കുകയാണ്. ട്രക്ക് തിരിക്കാനായിട്ട് പറഞ്ഞ ഒരു ട്രക്ക് തിരിച്ച് അവിടെ യാത്ര തിരിക്കും വീണ്ടും പട്ടാള ക്യാമ്പിലോട്ട് പോകാനായിട്ട്. ഇനിയിപ്പോ ജെയിംസിനെയും മേജറിനെയും കുറച്ച് പട്ടാളക്കാരെയും മാറ്റി നിർത്തിയിട്ട് പട്ടാള ബേസിൽ പോയി ആക്രമിക്കാനാണെങ്കിലോ ഈ ഒരു തീവ്രവാദികളുടെ പ്ലാൻ. അതുകൊണ്ടാണ് ജെയിംസ് അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള കാരണം. ഇതേ നേരം തീവ്രവാദികളാണെങ്കിൽ കുറെ അധികം ട്രക്കുകളൊക്കെ ആയിട്ട് വേറെ കുറെ തീവ്രവാദികളെയും വിളിച്ച് ഒരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. ഇപ്പൊ ബോസ് ലേഡിയും അതുപോലെ തന്നെ ബോസും കൂടെ ഒരു റൂമിൽ ഇരിപ്പുണ്ട്. ബോസ് ലേഡിയോട് പറയും ചിലപ്പോൾ നമ്മുടെ ഡിവൈസ് എല്ലാം അവരെ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ നമ്മുടെ ലൊക്കേഷൻ എല്ലാം അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലോ. എന്നാൽ ബോസ് ലേഡി സമ്മതിക്കത്തില്ല. അങ്ങനെയൊന്നും നടക്കാനായിട്ട് യാതൊരു സാധ്യതയില്ലാന്ന്. അത് പറഞ്ഞു തീർന്നതും പെട്ടെന്ന് തന്നെ ഒരു മിസൈൽ വന്ന് ആ ഒരു ക്യാബിലോട്ട് പതിക്കുകയാണ്. നമ്മുടെ ജെയിംസ് വിചാരിച്ചത് ശരിയാണ്. പട്ടാള ക്യാമ്പിൽ തന്നെ ആയിരുന്നു ആക്രമിക്കാനായിട്ടുള്ള പ്ലാൻ ഇട്ടത് തീവ്രവാദികൾ. അങ്ങനെ തീവ്രവാദികൾ മിസൈലും കുറെ ആക്രമണവും അഴിച്ചുവിടുകയാണ്. ആ പട്ടാള ക്യാമ്പിലുള്ള ഓരോ ആൾക്കാരെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് തുടങ്ങും. അതും പട്ടാളക്കാരെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ബോസ് ലേഡിക്കും ബോസിനും ഒന്നും പറ്റിയിട്ടില്ല. രണ്ടുപേരും കൂടെ പുറത്തോട്ട് ഓടും. രണ്ടുപേരും രണ്ട് വഴിക്കാണ് ഓടുന്നത്. ബോസ് ലേഡി ഫോൺ വിളിച്ചിട്ട് ഇതിന്റെ എല്ലാ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, അവിടെ വിളിച്ചിട്ട് കുറച്ചധികം പട്ടാളക്കാരെ വേണമെന്ന് പറയും. എന്നാൽ അവർ കേൾക്കത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ അവിടെ തീവ്രവാദികൾ ആക്രമിക്കാൻ വന്നേണ്ടത്? അങ്ങനെയൊക്കെയാണ് ആ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ആൾക്കാർ ചോദിക്കുന്നത്. ബോസ് ലേഡി എത്രയും പെട്ടെന്ന് ആൾക്കാരെ പറഞ്ഞു വിടണമെന്ന് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. എന്നാൽ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ആൾക്കാർ മൈൻഡ് ആകുന്നില്ല. അങ്ങോട്ട് തീവ്രവാദികളൊന്നും വരാൻ ചാൻസ് ഇല്ലെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇവർക്കെല്ലാം രക്ഷകരായിട്ട് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആരൊക്കെ നമ്മുടെ ജെയിംസും മേജറും അവരുടെ ടീംസും. അവർ ട്രക്ക് കൊണ്ടുവന്ന് ദൂരെയായിട്ട് ഒതുക്കിയിട്ട് സ്നൈപ്പർ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അവിടെ നിൽക്കുന്ന തീവ്രവാദികളെ എല്ലാരെയും ഷൂട്ട് ചെയ്ത് വീഴ്ത്താനായിട്ട് തുടങ്ങും. കുറേയധികം തീവ്രവാദികൾ അവർ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നുണ്ട്. തീവ്രവാദികൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അതേ നേരം വില്ലൻ എന്ത് ചെയ്യാൻ നോക്കിയാൽ വില്ലൻ ഒരു കൂട്ടാളിയായിട്ട് ഒരു കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ട്. അത് സ്നൈപ്പർ പിടിച്ചിട്ട് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഇവർ ആ ഡിവൈസ് എല്ലാം ഹാക്ക്
ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ ലൊക്കേഷൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണ് അവരെ ആക്രമിക്കുന്നത് കേട്ടോ. ഇപ്പൊ ജെയിംസ് ഒക്കെ ആണെങ്കിൽ GPS ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദിക്ക് അവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഈ തീവ്രവാദി സ്നൈപ്പർ വെച്ച് നോക്കുന്ന നേരം വെയിലടിച്ചിട്ട് സ്നൈപ്പറിന്റെ റിഫ്ലക്ഷൻ കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്നൈപ്പറിന്റെ ലേസർ ഫോക്കസ് ഇല്ലേ, അതൊരു ഗ്ലാസ് അല്ലേ, അത് റിഫ്ലക്റ്റ് ആയിട്ട് തീവ്രവാദിക്ക് അവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കി ഒറ്റ പൊട്ടിയിലാണ് തോക്കെടുത്ത് ചെന്ന് കൊള്ളുന്നതാവട്ടെ കൂട്ടുകാരന്റെ വയറ്റിലാണ്. കൂടെ തന്നെ ജെയിംസും ഉണ്ട് കേട്ടോ. ജെയിംസിന് മനസ്സിലായി തീവ്രവാദി എവിടാണെന്ന്. കൂട്ടുകാരൻ ഇപ്പൊ വയറ്റിലെ വെടി കിട്ടിയിട്ടുള്ളൂ, വലിയ പ്രശ്നമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ജെയിംസ് അവന്റെ ഫോക്കസ് എല്ലാം പരമാവധി ഉപയോഗിച്ചിട്ട് തോക്കെടുത്ത് ഒറ്റ പൊട്ടിയിലാണ്. കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു തീവ്രവാദിയുടെ കഴുത്തിൽ പോയി കൊള്ളുന്നുണ്ട്. അത് നെഞ്ചിന്റെയും കഴുത്തിന്റെയും ഭാഗത്താണ്. അയാള് താഴെ വീഴാണ്. അയാൾക്ക് ഇനി എണീറ്റ് നടക്കാനായിട്ടുള്ള ആരോഗ്യമൊന്നുമില്ല. എന്തായാലും മരണപ്പെട്ടു പോകും. അതേപോലെ തന്നെ പട്ടാള ക്യാമ്പ് ആക്രമിക്കാൻ വന്ന തീവ്രവാദികൾക്ക് മനസ്സിലായി അവര് തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന്. ഇനി നിന്ന ബാക്കിയുള്ള ആൾക്കാരുടെ ജീവനൂടെ നഷ്ടപ്പെട്ടു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരവരുടെ കാർക്ക് എടുത്ത് അവിടെ നിന്ന് പോവാണ്. വന്നതിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ജീവനോടെ രക്ഷപ്പെട്ടു പോയിട്ടുള്ളൂ. കുറെ അധികം തീവ്രവാദികളും മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ പട്ടാളക്കാരും മരണപ്പെട്ടു പോയി. എന്നാൽ കുറച്ച് ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. മെയിൻ ക്യാരക്ടേഴ്സ് ഒന്നും മരണപ്പെട്ടിട്ടില്ല. എക്സും പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുള്ളൂ. അങ്ങനെ വില്ലനെ കൊന്നു കഴിഞ്ഞല്ലോ. മിഷൻ അവസാനിച്ചിട്ടുണ്ട്. ജെയിംസും ബാക്കിയുള്ള ആൾക്കാരും ക്യാമ്പിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ മേജറിന് പോവാൻ സമയമായി. മേജർ അവനോട് വന്ന് സംസാരിക്കും. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു, നിന്നെ കഠിനമായിട്ടുള്ള മിഷന് പറഞ്ഞു വിട്ടു, എന്നോട് ക്ഷമിക്കണം. നിന്റെ അച്ഛനും നിന്നെ പോലെ നല്ലൊരു പട്ടാളക്കാരനായിരുന്നു, അതുപോലെ ആവണമെന്ന് പറഞ്ഞ് ഉപദേശം കൊടുത്തിട്ട് മേജർ ട്രക്കിൽ കയറി അവിടെ നിന്ന് പോവാനായിട്ട് പോവാണ്. ജെയിംസിന് ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടും. ഇതിനുശേഷം നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ ഇവര് ടർക്കിയിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ആ ഇസ്താംബുൾ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വന്നിട്ട് അവർ ആഘോഷിക്കുകയാണ്. ജെയിംസ്, കൂട്ടുകാരൻ, പിന്നെ മറ്റേ കൂട്ടുകാരൻ, പിന്നെ കൂട്ടുകാരി, ഇവരെല്ലാരും കൂടെ ബിയറും കുടിച്ച് ആഘോഷിക്കുമ്പോൾ ഇവരെ കാണാനായിട്ട് ബോസ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ബോസ് വന്ന് അടുത്ത മിഷനായിട്ടുള്ള സമയമായി. അതുപോലെ തന്നെ ജെയിംസിനോട് പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നുണ്ട്. നിന്നെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, അയാളെ നിനക്ക് കാണണ്ടെന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, നമ്മുടെ ബോസ് ലേഡിയാണ്. ജെയിംസ് ബോസ് ലേഡിയെ കണ്ടതും പതിയെ പതിയെ നടന്ന് ബോസ് ലേഡിയുടെ അടുത്ത് ചെല്ലും. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ബോസ് ലേഡി പറഞ്ഞു കൊടുക്കും. ഞാൻ നിന്നെ ആദ്യം തെറ്റിദ്ധരിച്ചു, നീ പറഞ്ഞതായിരുന്നു കറക്റ്റ്, മറ്റൊന്നുമല്ല, നമ്മുടെ ഡിവൈസ് എല്ലാം അവർ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ കുറെ ആൾക്കാരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ജെയിംസ് അതൊന്നും സാരമില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമുക്കൊന്ന് ബിയർ കുടിച്ച് ആഘോഷിച്ചാലോ എന്ന് ചോദിച്ച് ആ ലേഡീനെയും വിളിച്ച് ബിയർ കുടിക്കാനായിട്ട് പോകും. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.